വറ്റ മീൻ തന്നെ പലതരത്തിലുണ്ട്. കുറച്ച് വലിയതും ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ചാൽ ചെറിയ വറ്റ കറി വെച്ചത്, അതുപോലെ നമ്മൾ വറക്കുന്നതിലേക്ക് നമ്മളെ മത്തിയാണ്, മത്തിയും കണയാണ് ഞങ്ങൾക്ക് കൂടുതൽ വറക്കാൻ ഇഷ്ടം. അതും ചെറിയ മത്തി തന്നെയാണ്. അത് രണ്ടും. പിന്നെ അതിലേക്ക് നല്ലതാണ് നല്ലൊരു മാങ്ങ ചമ്മന്തി. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. മീൻ കറിയും മീൻ വറുത്തതും പിന്നെ പപ്പടം കാച്ചിയത് പിന്നെ മാങ്ങാ ചമ്മന്തി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന മീൻ ഇതാണ്, വറ്റ. ഇത് കുറച്ച് ചെറുതാണ്, ഇനിയിപ്പോൾ ഇതിലും വലുതുമുണ്ട്. ഇത് പിന്നെ ചെറുതാണ് വാങ്ങിയത്. എവിടാ ഇന്നിപ്പോൾ ആയാലും നമുക്ക് മീൻ കറിയും മീൻ വറുത്തതും. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ നന്നായി കൊണ്ടുവന്നതാണ് വറ്റ. ഏകദേശം 1/2 കിലോ ഉണ്ട്. 1/2 കിലോ മീനാണ് എടുത്തുള്ളത്. പിന്നെ കുറച്ച് മത്തിയുള്ളൂ, 5-6 മത്തി എന്ന് വേണമെങ്കിൽ പറയാം, അത്ര. അത് വറക്കാനാണ് മത്തി. അപ്പോൾ പിന്നെ നമുക്കൊരു മാങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ മത്തി നന്നാക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് ചമ്മന്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ ഏതായാലും ഒക്കെ ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം ഇനി മുറിക്കാനുള്ളത് മാത്രമല്ല ഇവിടെ. മുറിക്കൽ ഇവിടെ നിന്നാക്കാൻ നമ്മളെ പാകത്തിന് മുറിക്കാതെ വിചാരിച്ചിട്ടാണ്. അതാണ് അവിടുന്ന് മുറിക്കാതെ കൊണ്ടുവന്നത്. പിന്നെ അമ്മയ്ക്ക് പിന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതാണ്. നല്ല കഴമ്പുള്ള മീനാണ്, അല്ല നല്ല കഴമ്പുണ്ട്. പിന്നെ മത്തി മാത്രം, മത്തി കുറച്ചല്ലേ ഉള്ളൂ. അതൊന്നും പിന്നെ ഇവിടുന്ന് നന്നാക്കാണ് വറക്കാനുള്ളത്. ഇനി ചെറിയ വറ്റ കറി വയ്ക്കാനും പിന്നെ വറക്കാൻ മത്തി. ഇതുണ്ട് നമ്മൾ പൂച്ചയ്ക്കുള്ളതാണ് തല. അപ്പോൾ പൂച്ചയ്ക്ക് ഇത് കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട്. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂച്ച, വാസനയൊക്കെ കേട്ടിട്ട്. ഇതാ വറക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും. ഒരു ചെറിയൊരു കഷ്ണം വറ്റ വറക്കാൻ വെച്ചിട്ടുണ്ട്. വറക്കാനുള്ളത് അമ്മയ്ക്കാണതിൽ, എനിക്ക് മത്തിയാണ് വറക്കാനുള്ളത്, വറുത്തതൊക്കെ. ഇതാ നമ്മൾ പുളി പിഴിഞ്ഞ് പാരുന്നുണ്ട്, സാധാരണ പുളി. വറക്കുന്നതിലേക്ക് ഇതാ നമുക്കിനി മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ചേർക്കാം. കുരുമുളക് പൊടി അത് ചേർക്കുന്നുണ്ട്. ഉപ്പ്. ഞാനത് നന്നാക്കി ഒന്ന് ഇതൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊണ്ട് വെക്കാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതാ ഇനി കറിയിലേക്ക് അരയ്ക്കാനുള്ളത് തേങ്ങ, ഇതാ മല്ലിപ്പൊടി അതും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ കറി വയ്ക്കുന്നതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് അതൊക്കെ ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതാ അരച്ച് വെച്ചത് അതിൽ ചേർക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് പച്ചമുളക് പിന്നെ തക്കാളിയാണുള്ളത്, അത് രണ്ടും നുറുക്കി അതിൽ ചേർക്കാനുള്ളതാണ്. സാധാരണ വയ്ക്കുന്ന പോലെ മൺചട്ടിയിൽ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നുണ്ടാക്കുന്നത്. ഏതായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ ഈ വേവിച്ചെടുക്കാം. തിളച്ച് വരുന്നുണ്ട്. അതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാമല്ലോ. കഷ്ണത്തിൻ്റെ എന്താ സ്ഥിതി? കഷ്ണം ഇതാ വെന്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് വറുത്തിടുക വേണ്ടത്. നമ്മൾ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ, ഇനിയിപ്പോൾ നമുക്ക് വറക്കാം. ഇതാ വറ്റേൻ്റെ ഒരു കഷ്ണം, ഒരു കഷ്ണം തന്നെയാണ് അത്. പിന്നെ മത്തി ഒക്കെ ഉണ്ട് ഇടാം. പിന്നെ എളുപ്പമുണ്ട് ഒക്കെ വറുത്തെടുക്കാം. ഒക്കെ
തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതാ ഒക്കെ ആയിട്ടുണ്ട്, നല്ലപോലെ മൂത്തിട്ടുണ്ട്. വറ്റ കഷ്ണം കണ്ടോ, നല്ല കഷ്ണമാണ്, നല്ല കഴമ്പുള്ള കഷ്ണം. പിന്നെ നമ്മളെ മത്തി ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് കൂടി ഉണ്ട്, ഈ ഒരു 4 കൂടി ഇട്ട് അത് വറുത്തെടുക്കുക കണ്ടു. അപ്പോൾ അതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതാ പച്ചമാങ്ങ, ഇതിപ്പോൾ നമുക്ക് ചമ്മന്തി അരക്കാനുള്ളതാണ്. നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ്. അതൊക്കെ ഒന്ന് തോലൊക്കെ ചെത്തി കഴുകി ഇനിയിപ്പോൾ അത് നുറുക്കിയിടണം. അത് നുറുക്കിയിട്ടത്, പിന്നെ കറിവേപ്പില, തേങ്ങ ചിരവിയത് അതായത് മിക്സിയിൽ ജാറിലിടാം. പിന്നെ നമുക്ക് പച്ചക്കടുക്, ഉപ്പ് പാകത്തിന്, അത് അരച്ചെടുത്തു. ഈ ഒരു പരുവത്തിലുണ്ട് അരച്ചെടുത്തു അത്. അപ്പോൾ നമ്മൾ 3 വിഭവങ്ങളും, അതായത് മീൻ കറി, മീൻ വറുത്തും, ചമ്മന്തി എല്ലാം ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് 12 മണിക്കാണോ ഞങ്ങൾ ഊണഴിക്കല്, ഇനി ഊണഴിക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഊണ് കഴിക്കായി. ഏതായാലും അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ മീൻ കറി, പിന്നെ വറ്റ, അത് വറുത്തത് അമ്മയ്ക്കുള്ളതാണ്, ആ ഒരൊറ്റന്ന് കഷ്ണം. പിന്നെ നമ്മളെ ചമ്മന്തി, എനിക്ക് പിന്നെ മത്തി വറുത്തതാണ്, അമ്മയ്ക്ക് വറ്റയാക്കി. അതാണ് പിന്നെ ഈ ഒന്ന് മാത്രം വറുത്തത്, ഒരു കഷ്ണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണിന്. മീൻ കറി, മീൻ വറുത്തും, പിന്നെ അമ്മയ്ക്ക് എന്താ വെച്ചാൽ വറുത്തുള്ളതുകൊണ്ട് പപ്പടം കാച്ചിയത് വേണ്ട വെച്ചതാണ്. സമയം 12 മണി കഴിഞ്ഞ് 12:15 എനിക്ക് പിന്നെ പപ്പടം കാച്ചിയതുണ്ട്, ഇതെനിക്കുള്ളതാണ്. ചെറിയ വറ്റ കറി വെച്ച കഷ്ണം. വറുത്ത കഷ്ണം എങ്ങനെയുണ്ട്? വറുത്ത മീൻ നല്ലതാണ്. മത്തി ചെറിയ മത്തിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.